ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഒരു പുതിയ ഐറ്റമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം, അതുപോലെ 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാം. രണ്ട് ടൈമിലും കഴിക്കത്തക്ക രീതിയിലുള്ള ഒരു സിമ്പിൾ ഐറ്റമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. വേറൊന്നുമല്ല, നമ്മുടെ മസാല ബ്രെഡ് അതാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാ ഐറ്റംസും ഞാൻ കാണിച്ചു തരാം. എല്ലാ ഐറ്റംസും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മസാല ബ്രെഡിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഓരോ ഐറ്റംസ് പരിചയപ്പെടുത്താം. മസാല ബ്രെഡിന് ആവശ്യമായിട്ടുള്ള ബ്രെഡ് നമ്മൾ സൈഡെല്ലാം കട്ട് ചെയ്ത് 4 സൈഡും കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പൊട്ടറ്റോ പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം. പാല് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇത് 1 ഗ്ലാസ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് നമ്മൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഐറ്റംസ് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഇത് മൊത്തം വേണമെന്നില്ല. ഒരു പക്ഷെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യുക, ഈ ബ്രെഡിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കുകയും വേണം. ഇത് നമ്മൾ കറിവേപ്പില, മല്ലിച്ചപ്പ് എല്ലാം കൂടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ സവാള, അതായത് വലിയ ഉള്ളി, ഒരു മീഡിയം സൈസ്, 1 സ്പൂണ് ചിക്കൻ മസാല, 1/2 സ്പൂണ് വലിയ ജീരകം. അത് പൊടിച്ചിട്ടില്ല, ഞാൻ എന്താ പറയുക, ചതച്ചെടുത്തതാണ്. നന്നായിട്ട് പൊടിച്ചിട്ടില്ല, ചതച്ചെടുത്താൽ മതി. പിന്നീട് നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാല നമ്മൾ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പൊട്ടറ്റോ എന്ത് ചെയ്യണം, ഉടച്ച് റെഡിയാക്കി എടുക്കണം. ഈ പൊട്ടറ്റോ നന്നായിട്ട് ഇത് ഉടച്ചെടുക്കണം. എല്ലാ ഐറ്റംസും കണ്ടല്ലോ. ബ്രെഡ്, ചെറിയ ഉള്ളി അല്ല, വലിയ ഉള്ളി, ഒരു ചെറിയ
പച്ചമുളക് അരിഞ്ഞത്, പെരുംജീരകം ചതച്ചെടുത്തത്, ചിക്കൻ മസാല, പാല്, മുട്ട, മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ അരിഞ്ഞെടുത്തത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊട്ടറ്റോ ഉടച്ചെടുത്ത് ഇതിലേക്ക് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം, മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഈ മസാല മിക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ, ഉള്ളി അരിഞ്ഞത്, പച്ചമുളക്, നമ്മുടെ എന്താ പറയുക ചിക്കൻ മസാല, ഇതെല്ലാം കൂടെ ഇതിൻ്റെ ഒരു പകുതി പാലൊഴിച്ച് മിക്സ് ചെയ്തിരിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് എല്ലാം റെഡിയാക്കി ഇവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്തത് 2 മുട്ട പൊട്ടിച്ച് ഇതിലൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മല്ലിച്ചപ്പ് കാര്യങ്ങൾ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരല്പം ഉപ്പ്, ഒരുപാട് വേണ്ട, പൊട്ടറ്റോയിൽ എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്, അപ്പം കുറച്ചുപ്പ് മതിയാവും. അപ്പോൾ ഇതെല്ലാം കൂടെ ബാലൻസ് വന്ന പാല് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലൊക്കെ മിക്സ് ചെയ്തെടുക്കണം. പാല്, മുട്ട, മല്ലിച്ചപ്പ്, കറിവേപ്പില, ഉപ്പ്, ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മളൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുത്ത് അപ്പോൾ ബ്രെഡ് പൊടിഞ്ഞു പോകാതെ നമുക്കത് ബ്രെഡ് ഇതിൽ മുക്കിയെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിന് വേണ്ടിയിട്ടൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ സ്റ്റവ് കത്തിച്ച് തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം നെയ്യ് പുരട്ടി കൊടുക്കണം. നെയ്യ് വേണമെങ്കിൽ നെയ്യ് കഴിക്കാൻ വയ്യാത്തവർക്ക് വെളിച്ചെണ്ണ ആണേലും കുഴപ്പമില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ. നെയ്യാകുമ്പം കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ കുറച്ച് നെയ്യിട്ട് ഇതൊന്ന് ഫ്രൈ ആയി രണ്ട് സൈഡും എന്താ പറയുക ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ ആ ഒരു പരുവത്തിൽ 1 സ്പൂണ് നെയ്യ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിമിൽ ഓയിലിടാം, ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രെഡ് പീസ് ഇതിലേക്ക് മുക്കി തിരിച്ചു മറിച്ചു വിട്ട് മുക്കിയെടുക്കണം ഈ ബ്രെഡ് പീസ്. അതിന് ശേഷം ഇവിടെ ചൂടായി കിടക്കുന്ന തവയിലേക്ക് വെക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മസാല മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് പുറത്ത് പോകാതെ ശ്രദ്ധിച്ച് ഒന്ന് പതുക്കെ ഒതുക്കി കൊടുക്കുക. അതിന് ശേഷം അടുത്ത ഒരു ബ്രെഡ് പീസും കൂടെ നമ്മളെടുത്ത് ഇതുപോലെ മുക്കി മസാല മിക്സ് വെച്ചതിൻ്റെ മുകളിലേക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഇവിടെ തിരിച്ചിട്ടിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് ഇത് ചെറിയ തോതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. 4 മണി ചായക്ക് പലഹാരമായിട്ടും നമുക്ക് ഇത് കഴിക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, തയ്യാറാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റം അല്ലേ, ഈസി ആയിട്ടുള്ള ഒരിതാണ്. നമുക്ക് ഈ മസാല മിക്സ് ഒന്ന് റെഡിയാക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്.
കാരണം മസാല ദോശ ഒട്ടുമുക്കാലും ആൾക്കാർക്ക് മസാല ദോശ ഇഷ്ടമാണല്ലോ. അതേ മസാല ദോശയുടെ ഫില്ലിങ്ങാണ് നമ്മൾ ബ്രെഡ് മസാലയിൽ ഫില്ലിങ്ങായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ടേസ്റ്റിയുമാണ്, അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പം ചെയ്യാം, അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പിന്നെ ജോളി റെജി സൂപ്പർ വ്ളോഗ് ഇതാണല്ലോ നമ്മുടെ ചാനൽ. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പിന്നെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിൽ, പിന്നെ നിങ്ങളുടെ സപ്പോർട്ടിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം തയ്യാറാക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ബ്രെഡ് മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതുപോലെ ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.